ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതിയിലും ഉൾപ്പെടുത്തി കോൺക്രീറ്റ് പൂർത്തീകരിച്ച കൊട്ടേക്കാട്ടുകുന്ന് വല്ലങ്ങിപ്പടി റോഡ് MLA UR പ്രദീപ് നാടിന് സമർപ്പിച്ചു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതിയിലും ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച് കോട്ടേക്കാട്ടുകുന്ന് വല്ലങ്ങിപ്പടി റോഡ് MLA UR പ്രദീപ് നിർവഹിച്ചു. റോഡിൻ്റെ ഗുണഭോക്താക്കളും ഇനി വരുന്ന ഗുണഭോക്താക്കളും വീട് സ്ഥലം വാങ്ങിച്ച് വെച്ചുവിടാന്നില്ല. അപ്പോൾ അവർക്ക് എല്ലാവരും ഈ റോഡിനെ പൊന്നുപോലെ നോക്കണം. ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള കാരണം ഈ പാടത്തിൻ്റെ വക്കിലുള്ള ഒരു റോഡായതുകൊണ്ട് വെള്ളം കയറി നശിക്കാൻ ഭാവിയിൽ ടാറിങ് ആണെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചു പോകും എന്നതുകൊണ്ടാണ് ദീർഘകാലത്തേക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് അറിയാം, നല്ലപോലെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് അവർ ശ്രദ്ധിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഈ അടുത്ത കാലത്ത് നല്ലപോലെ അനുഭവിച്ചതാണ്. നല്ല റോഡുകളെല്ലാം പെടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളെല്ലാം വലിയ വാർത്ത വന്നതാണ്. മറ്റേ ഈ ജലജീവൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല റോഡുകളും കീറി കുഴിയാക്കി ഇട്ടുപോയി എന്ന്. അത് ഗ്രാമപഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ കുഴപ്പമല്ല. ഇവിടെ കരാറുകാർക്ക് വളരെ കൃത്യമായി അതിൻ്റെ മാന്തി എല്ലാ വീടുകൾക്കും കുടിവെള്ളം കിട്ടണം, ഒരു വീട് പോലും ഒഴിവാകരുത്, എല്ലാ വീടിനും കിട്ടണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി വന്നപ്പോൾ ആ പദ്ധതി ഞങ്ങളത് 100% ആത്മാർത്ഥമായി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് കേരളത്തിലെ ഗവൺമെൻറ് അത് ഏറ്റെടുത്തു. അതിൻ്റെ വിഹിതം അടച്ച് പണി ആരംഭിച്ചു. മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം രീതിയിൽ പണി നടന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടൊരു പണി നടക്കുമ്പോൾ അവിടെ പൈപ്പ് ഇടണമെങ്കിൽ നമ്മുടെ പല റോഡുകളും ചെറിയ റോഡുകളാണ്. ഒരു ഓട്ടോറിക്ഷ പോയാൽ ചിലപ്പോൾ ആരുടെയും മുറ്റത്തേക്ക് കയറ്റിയിട്ട് വേണം മറ്റു ഓട്ടോറിക്ഷ കടത്തിവിടാം. അങ്ങനെയുള്ള പല റോഡുകളും നമ്മുടെ ഗ്രാമീണ മേഖലയിലുണ്ട്. അപ്പോൾ അത്തരം സ്ഥലത്ത് ഒരു പൈപ്പ് ഇടണം പറഞ്ഞാൽ നടു പൊളിച്ച് വേണം ഇവരുടെ JCB ഉപയോഗിച്ചാണ് മാന്തി ഇട്ട് പോകുന്നത്. അപ്പോൾ വണ്ടി നിൽക്കാൻ സൗകര്യത്തിന് പാകത്തിന് നടു പൊളിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് വേണ്ടാന്നല്ല, എന്നാൽ അത് ഇട്ട് കഴിഞ്ഞാൽ പഴയ രൂപത്തിലാക്കാൻ അതിൻ്റെ മെറ്റീരിയൽസ് ഇട്ട് ടാറ് ചെയ്ത് കൊടുക്കണം വ്യവസ്ഥ. ഇത് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പല കരാറുകാരും ഞങ്ങൾക്ക് കുറച്ച് പണം കിട്ടണം എന്ന് പറഞ്ഞ് അവർ ഈ പ്രവൃത്തിയിൽ നിന്ന് നേരം പിഴിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളെ പല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും ജനങ്ങൾ മെക്കിട്ട് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഞങ്ങളുടെ മുറ്റത്ത് കൂടെ റോഡ് കണ്ടില്ലേ, നിങ്ങളെ കൊണ്ട് എന്ത് കാര്യമുള്ളത് എന്ന് ചോദിച്ചാൽ അവരെ മെക്കിട്ട് കയറുമ്പോൾ ഒറ്റയടിക്ക് നമ്മുടെ പാഞ്ഞാൾ പഞ്ചായത്തിലുള്ള എല്ലാ റോഡും കുടിവെള്ളത്തിൻ്റെ ഭാഗമായി പൊളിച്ചപ്പോൾ എല്ലാ റോഡും ഒറ്റയടിക്ക് ഗ്രാമപഞ്ചായത്തിന് ഏറ്റെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് KV പ്രകാശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, LC മെമ്പർ മധു, തൊഴിലുറപ്പ് AE ഷീബ, CDS മെമ്പർ ശ്രീജ മണികണ്ഠൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. അത് പൂർത്തീകരിച്ചുകൊണ്ട് 2020 അധികാരത്തിൽ വന്ന പാഞ്ഞാൾ പഞ്ചായത്ത് ഭരണസമിതി അവരുടെ ആഗ്രഹം കൃത്യമായി പൂർത്തീകരിച്ചുകൊണ്ട് വെല്ലങ്ങിപ്പടി റോഡ് ഇന്ന് തുറന്നു കൊടുക്കുകയാണ് ഈ പ്രദേശ നിവാസികൾക്ക്. ഗ്രാമപഞ്ചായത്തിൻ്റെ 7.5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഇതിൻ്റെ സൈഡ് പ്രൊട്ടക്ഷൻ, സൈഡ് വാൾവ് ആദ്യം നിർമ്മിച്ചു. 5.5 ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ട് ഇതിൻ്റെ പാലം പണി പൂർത്തീകരിച്ചു. 237 മീറ്ററാണ് ഈ റോഡിൻ്റെ നീളം. ആ 237 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ തൊഴിലുറപ്പ് സംവിധാനത്തു നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് 6-ാം വാർഡിൽ ഏറ്റവും ഗതാഗത യോഗ്യമായ, ഏറ്റവും നീളം കൂടിയ, ഏറ്റവും സൗകര്യപ്രദമായ ഒരു റോഡ് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതും തൊഴിലുറപ്പ് സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി. എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ച പോലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് വിഭാഗത്തിലെ മെറ്റീരിയൽ ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ് വിഭാഗത്തിലെ മെറ്റീരിയൽ ഫണ്ട് 10 ലക്ഷവും 5 ലക്ഷത്തോളം രൂപ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച്. CCB ന്യൂസ്, ചേലക്കര.